കാസർഗോഡ് രണ്ടിടങ്ങളിൽ റാഗിംഗ് നടന്നതായി പരാതി. മഞ്ചേശ്വരം പൈവളികയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. പൈവളികെ സ്വദേശിയായ ജലാലുദ്ദീന്റെ മകൻ മുഹമ്മദ് ജദിമിനാണ് മർദ്ദനമേറ്റത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയും റാഗിങ്ങിനിരയായി. വിദ്യാർത്ഥിയുടെ പരാതിയിൽ 2ഉം 3ഉം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 13 പേരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, കാസർഗോഡ് നിന്ന് 2 റാഗിംഗ് വാർത്തകൾ വരികയാണ്. ഒന്ന് ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയും ഒന്നൊരു ചെറിയ കുട്ടിയുമാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും 2 റാഗിംഗ് വാർത്തകളാണ് പുറത്തു വരുന്നത്. റാഗിംഗിൽ 2 അതായത് പൈവളികയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി ആദ്യം പരാതി വന്നത്. പൈവളിക സ്വദേശിയായ ജലാലുദ്ദീന്റെ മകൻ മുഹമ്മദ് ജദ്ദീനാണ് ഈ മർദ്ദനത്തിന് ഇരയായത്. കുട്ടിയുടെ നെഞ്ചിൽ ഉൾപ്പെടെ ഗുരുതരമായ മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം പരിക്ക് ഗുരുതരമായാൽ ഇപ്പോൾ മംഗൾപാടി താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടി ഉള്ളത്. സ്കൂൾ വിട്ടു വരുന്നതിനിടയിൽ മുതിർന്ന വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് ഈ ജദീമിനെ വർദ്ധിക്കുകയായിരുന്നു എന്നാണ് പരാതി. എന്തായാലും ഉപ്പള പൈവളിക മേഖലകളിലെ വിദ്യാർത്ഥികളിൽ മുതിർന്ന വിദ്യാർത്ഥികൾ ഈ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്നത് മർദ്ദിക്കുന്നതൊക്കെ പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ രീതിയിൽ പ്രകോപനമായ രംഗത്ത് വന്നിട്ടുണ്ട്. PTA ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം നേടണം, ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, 13ാം തീയതി നടന്ന ഒരു റാഗിംഗ് ആണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന റാഗിങ്ങിൽ 1ാം വർഷ വിദ്യാർത്ഥിയെ 2ഉം 3ഉം വർഷ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്നതാണ് പരാതി. ഇന്നാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 13 1ാം വർഷം 2ാം വർഷമുള്ള 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായിട്ടും വിവരമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത് സമയത്ത് തന്നെ ഇത്തരത്തിൽ വ്യാപകമായ റാഗിംഗ് നടക്കുന്നതിലെ ആശങ്ക രക്ഷിതാക്കൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും പോലീസും രക്ഷകർത്താ സമിതികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ വിമർശനം ഇത് സംബന്ധിച്ചുണ്ട്. പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ഈ വിഷയത്തെ ഗൗരവത്തോടെ കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. എന്തായാലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 13 പേരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ പൈവളിക സംഭവത്തിൽ കുട്ടികൾക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് എടുക്കേണ്ടതെന്ന് സംബന്ധിച്ച് PTA ഉൾപ്പെടെ യോഗം ചേർന്ന് കർശന നിയമ നടപടികൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അനുഷ, ശരി, നന്ദി രതീഷ് വാസുദേവൻ വിവരങ്ങൾക്ക്.